എവ്രിവൺ, നമ്മുടെ ബറ്റാലിയൻ ബാച്ചിന്റെ വൊക്കാബുലറി സീരീസ് ആയിട്ടുള്ള വൊക്കാബ് ബൂസ്റ്ററിന്റെ 8th സെഷൻ ആണ് ഇന്ന്. അപ്പൊ ഇന്നത്തെ ലെറ്റർ എന്ന് പറയുന്നത് ലെറ്റർ എച്ച് ആണ്. ജി വരെയുള്ള എല്ലാ ലെറ്റേഴ്സിനെയും നമ്മൾ ചെയ്താണ്. അപ്പൊ ഇന്ന് ലെറ്റർ എച്ച് വെച്ചിട്ടുള്ള കുറച്ച് സിനോണിയംസ് ആണ്. അപ്പൊ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആദ്യത്തെ വേർഡ് എന്ന് പറയുന്നത് ഹംഡ്രം. ഹംഡ്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എന്താ പറയാ ബോറിംഗ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു മീനിങ് ആണ്. ബോറിംഗ് അല്ലെങ്കിൽ എന്താ പറയാ അത്ര എനർജറ്റിക് അല്ലാത്ത അങ്ങനത്തെ ഒരു കാര്യത്തെയാണ് ഹംഡ്രം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓപ്ഷൻ നോക്കാം. ഈ ഓപ്ഷൻസിൽ നിന്ന് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സിനോണിയം വേണം നമ്മൾ കണ്ടുപിടിക്കാനായിട്ട്. ആദ്യത്തേത് എക്സൈറ്റിംഗ്, ഓപ്ഷൻ ബി ഡൾ, ഓപ്ഷൻ സി യുണീക്ക്, ഓപ്ഷൻ ഡി ബ്രൈറ്റ്. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും മീനിങ് നമുക്ക് അറിയാം അല്ലേ? അപ്പൊ ഹംഡ്രം എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത് ബോറിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയാ അത്ര എഫക്റ്റീവ് അല്ലാത്ത അല്ലെങ്കിൽ എനർജറ്റിക് അല്ലാത്ത എൻതൂസിയസ്റ്റിക് അല്ലാത്ത ആ ഒരു മീനിങ് ആണ്. അപ്പം ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇവിടുത്തെ സിനോണിയം എന്ന് പറയുന്നത് ഡൾ ആണ്, ഡൾ. ഓക്കെ, അപ്പം അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് ബോറിംഗ്, പിന്നെന്താണ് ഇനാക്റ്റീവ്, ഇതൊക്കെ പറയാം. ഓക്കെ, അപ്പൊ ഹംഡ്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൾ എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി രണ്ടാമത്തെ വേർഡ് നോക്കാം. ഹഡിൽ. ഹഡിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഡിൽ എന്ന് പറയില്ലേ, കഡിൽ എന്ന് വെച്ചാൽ എന്താ കെട്ടിപ്പിടിക്കുക. ഹഡിൽ എന്ന് പറയും ഏതാണ്ട് ഒരു സെയിം മീനിങ് ആണ്. ഒരുമിച്ച് വരിക, കൂട്ടം കൂടി വരിക, ആ ബഞ്ച് ഓഫ് എന്നൊക്കെ പറയൂലേ, അതാണ് ഹഡിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ സ്കാറ്റർ, ഓപ്ഷൻ ബി gather, ഓപ്ഷൻ സി സെപ്പറേറ്റ്, ഓപ്ഷൻ ഡി ഇഗ്നോർ. When people huddle, they crowd together closely, often for warmth, privacy or strategy. അപ്പം ഒരുമിച്ച് ഇങ്ങനെ കൂട്ടം കൂടി വരിക. അപ്പൊ ഈ പിക്ചർ ഇലിസ്ട്രേഷനിൽ കൊടുത്തേക്കുന്ന പോലെ കണ്ടോ, ഒരു പ്ലാനിന്റെ ഇടയ്ക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിട്ട് ഒരുമിച്ച് ക്രൗഡ് ചെയ്യുക, ഒരുമിച്ച് കൂട്ടം കൂടുക, ഈ ഒരു മീനിങ്ങിലാണ് ഹഡിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഇതിൽ ഏതായിരിക്കും? സ്കാറ്റർ ആണോ? അല്ല. സ്കാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സെപ്പറേറ്റ് ആയി പോവുക എന്നാണ്, ചിതറി പോവുക എന്നാണ് സ്കാറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ബി gather, ടു കം ടുഗദർ ഇൻ എ ക്ലോസ് ഗ്രൂപ്പ്. സി സെപ്പറേറ്റ്, സെപ്പറേറ്റ് ആണോ? അല്ല. ഡി ഇഗ്നോർ, ഇഗ്നോർ എന്ന് പറയുമ്പോൾ എന്താ അവോയ്ഡ് ചെയ്യുക എന്നാണ്. അപ്പം ഹഡിൽ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത് gather എന്നാണ്, അല്ലെങ്കിൽ ക്രൗഡ് എന്ന് പറയാം, മീറ്റിംഗ് എന്ന് പറയാം, ബഞ്ച് എന്ന് പറയാം, ബഞ്ച്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഹഡിലിന്റെ മീനിങ് എന്ന് പറയുന്നത്, സിനോണിയംസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് gather ആണ്. ബാക്കിയുള്ളതൊക്കെ എന്താ അതിന്റെ ഓപ്പോസിറ്റ് മീനിങ് വരുന്നതാണ്, അതിന്റെ ആന്റണിയംസ് ആണ്. ഓക്കെ, അപ്പൊ gather ആണ് ആൻസർ. അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതൊക്കെ വേർഡ്സ് വെച്ച് റിപ്ലൈസ് ചെയ്യാം, വേറെ എന്തൊക്കെ സിനോണിയംസ് ഉണ്ട്? ക്രൗഡ്, മീറ്റിംഗ്, ബഞ്ച് എന്നൊക്കെ പറയാം. ഓക്കെ, അടുത്തത് ഹാഗിൾ. ഹാഗിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലി നമ്മൾ എല്ലാവരും ചെയ്യുന്നതാണ്, എസ്പെഷ്യലി അമ്മമാരൊക്കെ ചെയ്യുന്നതാണ്. ഷോപ്പിങ്ങിന് പോകുമ്പോൾ അല്ലെങ്കിൽ മാർക്കറ്റിൽ പോകുമ്പോൾ എന്തെങ്കിലും സാധനം വാങ്ങിക്കുമ്പോൾ നമ്മൾ ബാർഗെയിൻ ചെയ്യില്ലേ, ആ ബാർഗെയിൻ ചെയ്യുക എന്നുള്ള മീനിങ്ങിലാണ് ഹാഗിൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ബാർഗെയിൻ എന്ന് പറയുന്ന വേർഡിന് പകരം നമുക്ക് ഇനി കുറച്ചും കൂടെ നന്നായിട്ടൊരു അഡ്വാൻസ്ഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡാണ് ഹാഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഹാഗിളിന്റെ മീനിങ് എന്താ? ടു ആർഗ്യൂ അല്ലെങ്കിൽ ബാർഗെയിൻ എന്നൊക്കെ. എസ്പെഷ്യലി മണി മാറ്റേഴ്സിനെ കുറിച്ച് പറയുമ്പോഴാണ് ഈ ഒരു വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഹാഗിൾ. ഓക്കെ, ഓപ്ഷൻസ് bargain, accept, demand, ignore. To haggle means dispute of bargain persistently, especially over the cost of something. Market traders and customers haggle to reach a mutually agreeable price. Mutually agree ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസിൽ എത്താൻ വേണ്ടി ബാർഗെയിൻ ചെയ്യില്ലേ, ഹാഗിൾ ചെയ്യില്ലേ, അതാണ് ഹാഗിൾ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ബാർഗെയിൻ. നെഗോഷിയേറ്റ് ഓവർ ദ ടേംസ് എസ്പെഷ്യലി പ്രൈസ്. അപ്പൊ പ്രൈസിനെ കുറിച്ച് കൂടുതൽ പറയുമ്പോഴാണ് എന്ത് ഈ വേർഡ് യൂസ് ചെയ്യുന്നത്, ഹാഗിൾ എന്ന് പറയുന്ന വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ബാർഗെയിൻ ആണ്. ഓക്കെ, അടുത്തത് ഹാപ്ലെസ്. ഹാപ്ലെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പിക്ചർ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു പഴത്തൊലി ചവിട്ടി ഒരാൾ വീഴാൻ പോവുക. അപ്പം ഇത് കൂടുതലും നമുക്ക് എപ്പോഴും നമുക്കൊരു കഷ്ടകാലം വരുമ്പോഴോ അല്ലെങ്കിൽ ഭാഗ്യക്കേട് വരുമ്പോഴോ അതിനെയൊക്കെയാണ് ഹാപ്ലെസ് എന്ന് പറയുന്നത്, ഭാഗ്യമില്ലാത്ത, ഹാപ്ലെസ്. അപ്പൊ അതാണ് ഈ വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത്. നമുക്ക് ഓപ്ഷൻ നോക്കാം.
ഓപ്ഷൻ എ ലക്കി, ഓപ്ഷൻ ബി അൺഫോർച്ചുനേറ്റ്, ഓപ്ഷൻ സി പവർഫുൾ, ഓപ്ഷൻ ഡി ക്ലെവർ. അപ്പൊ എന്താ ഹാപ്ലെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? പ്രതീക്ഷ, സോറി ഹോപ്ലെസ് ആണ് പ്രതീക്ഷ ഇല്ലാത്ത, ഹാപ്ലെസ് എന്ന് പറഞ്ഞാൽ ലക്ക് ഇല്ലാത്ത, അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് അൺഫോർച്ചുനേറ്റ് ആണ്. ഹാവിങ് നോ മാർക്ഡ് ബൈ എ ബാഡ് ലക്ക് ഓർ അൺലക്കി. ഓക്കെ, അൺഫോർച്ചുനേറ്റ് അല്ലെങ്കിൽ അൺലക്കി എന്നൊക്കെ പറയാം. ഓക്കെ, ഇതാണ് ഹാപ്ലെസിന്റെ മീനിങ് എന്ന് പറയുന്നത്. A hapless individual seems to attract misfortune at every turn. അപ്പൊ എല്ലാ ടേണിലും മിസ്ഫോർച്യൂൺ അട്രാക്ട് ചെയ്യുന്ന കൈൻഡ് ഓഫ് ആളുകളെയാണ് ഹാപ്ലെസ് എന്ന് പറയുന്നത്. Perfectly unfortunate perfectly captures this sense of being unlucky or ill-fated. Ill-fated എന്ന് നമുക്ക് പറയാം. ഓക്കെ, അൺലക്കി അല്ലെങ്കിൽ ill-fated, ദുർവിധി എന്നൊക്കെ പറയില്ലേ. ഓക്കെ, ഇതാണ് ഹാപ്ലെസിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഹെജമണി. നമ്മൾ പഠിക്കാറുണ്ട്, കൂടുതലും സോഷ്യൽ സയൻസിലൊക്കെ കേട്ടിട്ടുള്ള വാക്കാണ് ഹെജമണി എന്ന് പറയുന്നത്. കൾച്ചറൽ ഹെജമണി എന്നൊക്കെ കേൾക്കാറില്ലേ. അപ്പൊ ഹെജമണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ മേളിലുള്ള ഒരു അതോറിറ്റി അല്ലെങ്കിൽ ഒരു പവർ, ഒരു സുപ്രീമസി, അതാണ് ഹെജമണി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സിംപ്ലി ഒരു വേർഡിനെ സുപ്രീമസി എന്ന് പറയാം. ഇനി ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഡോമിനൻസ്, ഓപ്ഷൻ ബി ഇക്വാലിറ്റി, ഓപ്ഷൻ സി ഫ്രണ്ട്ഷിപ്പ്, ഓപ്ഷൻ ഡി chaos. അപ്പൊ ഏതാ? യെസ്, ഡോമിനൻസ് ആണ് ആൻസർ വരുന്നത്. ലീഡർഷിപ്പ് ഓർ പ്രിഡോമിനന്റ് ഇൻഫ്ലുവൻസ് എക്സൈസ്ഡ് ബൈ വൺ ഗ്രൂപ്പ് ഓവർ അതേഴ്സ്. അപ്പൊ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് മറ്റൊരു ഗ്രൂപ്പിന്റെ മേളിൽ ചുമത്തുന്ന ഒരു പവർ, ഒരു സുപ്രീമസി, ഒരു ഡോമിനൻസ്, അതാണ് എന്ത്? ഹെജമണി എന്ന് പറയുന്നത്. ഓക്കെ, സുപ്രീമസി, അതോറിറ്റി, പവർ, ഓക്കെ, ഇതൊക്കെയാണ് ഇതിന്റെ സിനോണിംസ് എന്ന് പറയുന്നത്. അപ്പൊ ഹെജമണി എന്ന് പറയുമ്പോൾ എന്താ? ഡോമിനൻസ്, സുപ്രീമസി, അതോറിറ്റി, പവർ, ഇതൊക്കെയാണ്. ഓക്കെ, ഇക്വാലിറ്റി ആണോ? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണോ? ഓപ്പോസിറ്റ് വരുന്ന ഒരു മീനിങ്. ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും തുല്യമായിട്ടുള്ള റൈറ്റ്സ് അല്ലെങ്കിൽ തുല്യമായിട്ടുള്ള സ്ഥാനം, തുല്യമായി കാണുക എന്നാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഒരു പെർട്ടിക്കുലർ സെക്ഷൻ ഓഫ് ആളുകളെ കുറച്ചും കൂടെ സുപ്രീം ആയിട്ട്, അവർ കുറച്ചും കൂടെ ഡോമിനന്റ് ആവുക, അതാണ് ഹെജമണി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഹസ്റ്റിങ്സ്. ഹസ്റ്റിങ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കൂടുതലും കണ്ടുവന്നൊരു കാര്യമാണ്. ഈ ഇലക്ഷൻ ക്യാമ്പയിൻസ് ഒക്കെ ഇല്ലേ, ഇതിനെ പറയുന്ന ഒരു വേർഡാണ് ഹസ്റ്റിങ്സ് എന്ന്. ഓക്കെ, ഹസ്റ്റിങ്സ് ഇതിന് എക്സാക്ട്ലി നമുക്ക് റിപ്ലേസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡാണ്. ഓക്കെ, അപ്പൊ ഈ ക്യാമ്പയിനിങ്ങിനെയാണ് ശരിക്കും ഹസ്റ്റിങ്സ് എന്ന് പറയുന്നത്. അതിന് വേറെ മീനിങ് ഒന്നും വരുന്നില്ല. അപ്പം ആദ്യത്തേത് ക്യാമ്പയിനിങ്, റിലാക്സിങ്, ഇഗ്നോറിങ്, സെലിബ്രേറ്റിംഗ്. അപ്പൊ ഏതാ? ഓപ്ഷൻ എ തന്നെയാണ് ക്യാമ്പയിനിങ്. വർക്കിംഗ് ടു അച്ചീവ് പൊളിറ്റിക്കൽ ഓഫീസ് ത്രൂ പബ്ലിക് എൻഗേജ്മെന്റ്. പബ്ലിക് എൻഗേജ്മെന്റിലൂടെ എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ ഒരു പൊസിഷൻ നേടാനായിട്ട് വർക്ക് ചെയ്യുക, അതാണ് ക്യാമ്പയിനിങ് അല്ലെങ്കിൽ ഹസ്റ്റിങ്സ് എന്ന് പറയുന്നത്. The hustings traditionally refer to the platform where candidates addressed voters during election. But traditionally voters ne address ചെയ്യാൻ വേണ്ടി ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് സംസാരിക്കൂലേ, അതിനെയായിരുന്നു ഹസ്റ്റിങ്സ് എന്ന് പറയുന്നത്. Okay, today it means the election campaign itself, making campaigning the ideal synonym. അപ്പം ക്യാമ്പയിനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രവൃത്തി ചെയ്യുന്നതിനെ തന്നെയാണ് ഇപ്പൊ ശരിക്കും എന്തായിട്ട് പറയുന്നത്? ഹസ്റ്റിങ്സ് എന്ന് പറയുന്നത്. നേരത്തെ ആ ഒരു പ്ലാറ്റ്ഫോമിനെ പറഞ്ഞിരുന്ന പേരാണ്. മോഡേൺ ആയിട്ട് വരുമ്പോഴേക്കും അത് ഇങ്ങനെ മാറി. ക്യാമ്പയിനിങ്ങിനെ തന്നെ we can call the campaigning itself as hustings. Okay, ഇനി അപ്പം ആൻസർ എന്ന് പറയുന്നത് ക്യാമ്പയിനിങ് ആണ്. ഓക്കെ, അടുത്തത് ഹെററ്റിക്. ഹെററ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സംഭവം, എന്തെങ്കിലും ഒരു എല്ലാരും വിശ്വസിച്ച് വരുന്ന, എല്ലാരും പുറകെ പോയിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ ഒരു സീറോടൈപ്പിക് ആയിട്ടുള്ള ഒരു കാര്യം, അതിനെ എതിർത്ത് നിൽക്കുക, അതിൽ ബിലീവ് ചെയ്യാതിരിക്കുക, അൺബിലീവ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു പാത്തിലൂടെ പോകാതെ സെപ്പറേറ്റ് ആയിട്ട് ചിന്തിക്കുക, ആ ഒരു ബിലീഫിനെ ഫോളോ ചെയ്യാതിരിക്കുക, അതിനെ എതിർക്കുക, ഒപ്പോസ് ചെയ്യുക, ഈ ഒരു മീനിങ്ങിലാണ് ഹെററ്റിക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ബിലീവർ, ഓപ്ഷൻ ബി റെബൽ, ഓപ്ഷൻ സി ലീഡർ, ഓപ്ഷൻ ഡി ഫോളോവർ. ബിലീവർ എന്ന് പറയുമ്പോൾ എന്താ? ഒരു കാര്യം വിശ്വസിക്കുന്ന ആളാണ്. പക്ഷെ ഇത് നേരെ ഓപ്പോസിറ്റ് ആണ്. അൺബിലീവർ എന്നാണ് ഇതിന്റെ അർത്ഥം. അൺബിലീവർ. ഓക്കെ, അപ്പൊ ഹെററ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺബിലീവർ എന്നാണ് മീനിങ് വരുന്നത്. അപ്പം
ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് റിബൽ ആണ്. റിബൽ someone who resist authority or convention. അതോറിറ്റിയോ കൺവെൻഷനോ റെസിസ്റ്റ് ചെയ്യുന്ന ഒപ്പോസ് ചെയ്യുന്ന ആളെ പറയുന്നതാണ് റിബൽ എന്ന്. ഓക്കെ, പിന്നുള്ളത് ലീഡർ, പിന്നുള്ളത് ഫോളോവർ. ലീഡർ എന്ന് പറയുമ്പോൾ ഈ ഒരു കാര്യം ഇൻസിസ്റ്റ് ചെയ്യുന്ന ആളാണ്. എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യം, ഒരു എന്താ പറയാ അതോറിറ്റി, അതൊക്കെ ഇൻസിസ്റ്റ് ചെയ്യുന്ന ആളാണ് ലീഡർ എന്ന് പറയുന്നത്. ഇനി ഫോളോവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഫോളോ ചെയ്ത് അതിന്റെ കൂടെ കൂടുന്ന ആളെയാണ്. ബിലീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ ഇത് മൂന്നും ഏതാണ്ട് ഈ ഒരു ഏരിയയിൽ വരുന്ന വേർഡ്സ് ആണ്. അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വേർഡാണ് റിബൽ എന്ന് പറയുന്നത്. അതിനെ എതിർക്കുക, ചെറുക്കുക, ഫൈറ്റ് ചെയ്യുക, ഒപ്പോസ് ചെയ്യുക, ഇതൊക്കെയാണ്. ഓക്കെ, ഒപ്പോസ്, റെസിസ്റ്റ്, അൺബിലീവ് എന്നൊക്കെയാണ് ഇതിന്റെ ഹെററ്റിക്കിന്റെ സിനോണിംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആൻസർ ഏതാണ്? റെബൽ, വിച്ച് മീൻസ് ഒപ്പോസ്, റെസിസ്റ്റ്, അൺബിലീവ് അല്ലെങ്കിൽ അൺഫോളോ, ഇതൊക്കെയാണ്. ഓക്കെ, a heretic holds beliefs contrary to established religious doctrine or accepted opinions. Rebel captures the spirit of challenging orthodox views and conventional thinking. ഇപ്പം എന്തെങ്കിലും ഒരു ഓർത്തഡോക്സ് വ്യൂസിനെയോ കൺവെൻഷണൽ തിങ്കിങ്ങിനെയോ ബ്രേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അതിൽ വിശ്വസിക്കാത്ത, അതിനെ ഒപ്പോസ് ചെയ്ത് നിൽക്കുന്ന ഒരാളെയാണ് എന്ത് പറയുന്നത്? ഹെററ്റിക് എന്ന് പറയുന്നത്. അതിന്റെ സിനോണിയം ഇവിടെ റിബൽ ആണ്. ഓക്കെ, അടുത്തത് ഹുഡ്വിങ്ക്. ഹുഡ്വിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ മിസ്ലീഡ് ചെയ്യുക, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് പറ്റിക്കുക, ചീറ്റ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഒരാളെ പറഞ്ഞ് വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരാളെ ടെംപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ മിസ്ലീഡ് ചെയ്ത് അതിലേക്ക് കൊണ്ടുവരിക, ചീറ്റ് ചെയ്യുക, ആ ഒരു മീനിങ്ങിലാണ് ഹുഡ്വിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ലൈക്ക് എ മജീഷ്യൻ, ഓരോ ട്രിക്സ് കാണിക്കുക, നമ്മൾ അതിൽ വീഴുക, അതാണ് ശരിക്കും ഡിസീവ് ചെയ്യുക. ഇനി ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഡിസീവ് ഇറ്റ് സെൽഫ്, അടുത്തത് ഹെൽപ്പ്, അടുത്ത സപ്പോർട്ട്, അടുത്തത് റിവീൽ. അപ്പൊ ഡിസീവ് എന്ന് പറയുമ്പോൾ ടു കോസ് someone to believe something that is not true, to trick or mislead. ട്രിക്ക് ചെയ്യാനോ മിസ്ലീഡ് ചെയ്യാനോ ആയിട്ട് ഒരാളെ എന്ത് ചെയ്യുക? എന്തെങ്കിലും ഒരു കാര്യത്തിൽ വിശ്വസിപ്പിക്കുക, അതാണ് ഡിസീവ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇതിന്റെ സിനോണിയം ഹുഡ്വിങ്ക്. പിന്നെ ഉള്ളത് ഹെൽപ്പ് ആണ്, അല്ല സപ്പോർട്ട് ആണ്, അതൊക്കെ ഓപ്പോസിറ്റ് മീനിങ് ആണ് അല്ലെ. റിവീൽ എന്ന് പറയുമ്പോൾ ശരിക്കുമുള്ള ട്രൂത്തിനെ പുറത്തു കൊണ്ടുവരാന്ന്. അപ്പൊ ഇതൊന്നുമല്ല, ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഡിസീവ് ആണ്. To hoodwink someone means to deceive or trick them through cunning or cleverness. അപ്പൊ കണ്ണിങ് ആയിട്ട് അല്ലെങ്കിൽ ക്ലെവർനെസ്, ബുദ്ധി ഉപയോഗിച്ച് ഒരാളെ ട്രിക്ക് ചെയ്യുക, ഒരാളെ മിസ്ലീഡ് ചെയ്യുക, അതാണ് ഡിസീവ് ചെയ്യുക. ഇതൊക്കെയാണ് ഹുഡ്വിങ്ക് എന്ന് പറയുന്നത്. ഡിസീവ് ഈസ് ദ പെർഫെക്റ്റ് മാച്ച് ഫോർ ദിസ് ആർട്ട്ഫുൾ ആക്ട് ഓഫ് ഡിസെപ്ഷൻ. അപ്പം ഈ ഒരു ഡിസെപ്ഷൻ, ഈ ഒരു കാര്യത്തിന്റെ എക്സാക്ട് മീനിങ് ഇവിടെ വരുന്നത് എന്ത് തന്നെയാണ്? ഡിസീവ് ആണ്. ഓക്കെ, അടുത്തത് ഹാൽസിയോൺ. ഹാൽസിയോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള, ഭയങ്കര പ്ലസന്റ് ആയിട്ടുള്ള അങ്ങനെ ഒരു മീനിങ് ആണ്. പക്ഷേ ഇതൊരു പെർട്ടിക്കുലർ പീരീഡിനെയാണ് കൂടുതലും എന്താ പറയുക കണക്ട് ചെയ്യുന്നത്. എന്തെങ്കിലും പാസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു നല്ല പീസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു മെമ്മറി, അല്ലെങ്കിൽ നല്ല സമാധാനത്തോടെയും കാമായിട്ടും ഇരുന്ന ഒരു പീരീഡ്, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പീരീഡ് പാസ്റ്റിൽ മുന്നേ ഉണ്ടായിട്ടുള്ള, അതിനെയാണ് ഹാൽസിയോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ആക്ച്വലി ഒരു ബേർഡിന്റെ കൂടെ പേരാണ് ഹാൽസിയോൺ. അതിനെയും കൂടെ വെച്ചിട്ടാണ് ഏകദേശം ഈ ഒരു വേർഡ്, ഇങ്ങനെ ഒരു വേർഡ് പറയുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ടർബുലന്റ്, ഓപ്ഷൻ ബി പീസ്ഫുൾ, ഓപ്ഷൻ സി നോയ്സി, ഓപ്ഷൻ ഡി സാഡ്. Halcyon days refers to a period of time in the past that was idyllically happy and peaceful. The word derives from Greek mythology and the halcyon bird. അപ്പൊ ഹാൽസിയോൺ ബേർഡിനെയും ഗ്രീക്ക് മിത്തോളജിയും യൂസ് ചെയ്തിട്ട് പറയുന്ന വേർഡാണ് ഹാൽസിയോൺ. പീസ്ഫുൾ ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ ഇതിന്റെ ആൻസർ ഇവിടെ ഏതാ? പീസ്ഫുൾ ആണ്. ഓക്കെ, പിന്നെ ഉള്ളത് ടർബുലന്റ്, ക്യാരക്ടറൈസ്ഡ് ബൈ കോൺഫ്ലിക്ട്, ഡിസോർഡർ ഓർ കൺഫ്യൂഷൻ. ഭയങ്കര പീസ്ഫുളിന്റെ നേരെ ഓപ്പോസിറ്റ് മീനിങ് ആണ് ടർബുലന്റ് എന്ന് പറയുന്നത്. പിന്നെ നോയ്സി അല്ല, സാഡ്. അപ്പൊ ഇത് മൂന്നും അല്ല, ഇതൊക്കെ ആന്റണിംസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇതിന്റെ സിനോണിം എന്ന് പറയുന്നത് പീസ്ഫുൾ ആണ്. ഫ്രീ ഫ്രം ഡിസ്റ്റർബൻസസ്, കാം ആൻഡ് ട്രാൻക്വിൽ. അപ്പൊ ഡിസ്റ്റർബൻസിൽ നിന്നെല്ലാം ഫ്രീ ആയിട്ട് ഭയങ്കര കാം ആൻഡ് ട്രാൻക്വിൽ, കാമും പ്ലസന്റും പീസ്ഫുള്ളും ആയിട്ട് ഇരിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഹാൽസിയോൺ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എന്താ? പീസ്ഫുൾ, ഫ്രീ ഫ്രം ഡിസ്റ്റർബൻസസ്, കാം ആൻഡ് ട്രാൻക്വിൽ. ഓക്കെ, അടുത്തത് ഹോളോകോസ്റ്റ്. ഹോളോകോസ്റ്റ് എന്ന് കേൾക്കുമ്പോഴേ എന്തെങ്കിലും ഒരു ഹിസ്റ്ററിക്കൽ ആയിട്ടുള്ള ഇവന്റ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? യെസ്, അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനിയിൽ ജ്യൂസിനെ കൂട്ടത്തോടെ
അവരെ ജനോസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കാര്യത്തെ നമ്മൾ ഹോളോകോസ്റ്റ് എന്നല്ലേ പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം തന്നെ എന്തെങ്കിലും ഒരു കാര്യം നശിപ്പിക്കുക, അതിനെ ഡെമോളിഷ് ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയാ മൊത്തത്തിൽ നാശം വരുത്തുക. അതാണ് ഹോളോകോസ്റ്റിന്റെ മീനിങ് എന്ന് പറയുന്നത്. ശരിക്കും അതൊരു ഡിസാസ്റ്റർ തന്നെയാണ്. അവിടെ ഓപ്ഷനിലുണ്ട്. അപ്പൊ ഇതിന്റെ സിനോണിം എന്ന് പറയുന്നത് കറക്റ്റ് ഡിസാസ്റ്റർ തന്നെയാണ്. ഡിസ്ട്രക്ഷൻ ഓർ സ്ലോട്ടർ ഓൺ എ മാസ് സ്കെയിൽ, എ കാറ്റാസ്ട്രോഫിക് ഇവന്റ്. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തിനെ ഭയങ്കര മാസ് സ്കെയിലില്, ഭയങ്കര വലിയ സ്കെയിലില് ഒരുപാട് കാര്യത്തെ ഒരുമിച്ച് നശിപ്പിക്കുക, അല്ലെങ്കിൽ എന്താ പറയാ അതിനെ ഡിസ്ട്രക്ട് ചെയ്യുക, ആ ഒരു മീനിങ്ങിലാണ് ഹോളോകാസ്റ്റ് എന്ന് പറയുന്നത്. പിന്നീടുള്ളത് സെലിബ്രേഷൻ, പീസ്, സക്സസ്. ഇതെല്ലാം വേറെ, അതുമായിട്ട് ഒട്ടും ബന്ധം വരാത്ത വേർഡ്സ് ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഡിസാസ്റ്റർ ആണ്. ദ വേർഡ് ഹോളോകാസ്റ്റ് മീൻസ് ഡിസ്ട്രക്ഷൻ ഓർ സ്ലോട്ടർ ഓൺ എ മാസ് സ്കെയിൽ, മസാക്കർ എന്നൊക്കെ പറയത്തില്ലേ, പെർട്ടിക്കുലർലി ബൈ ഫയർ. ഫയർ കാരണം, തീപിടുത്തത്തിൽ ഒരുപാട് കാര്യങ്ങൾ നശിക്കും, ഒരുപാട് പേര് മരണപ്പെടും. ഇതിനെയും ഒരു ഹോളോകോസ്റ്റ് എന്ന് പറയാം. ഡിസാസ്റ്റർ അപ്രോപ്രിയേറ്റ്ലി കൺവൈൻസ് ദിസ് സെൻസ് ഓഫ് വൈഡ് സ്പ്രെഡ് ഡിവാസ്റ്റേഷൻ ആൻഡ് ട്രാജഡി. അപ്പൊ ഇങ്ങനെയുള്ള വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഭയങ്കരമായിട്ട് അത്രയും മാസ് സ്കെയിലുള്ള ഒരു ട്രാജഡിയെ നമ്മൾ സൂചിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡിസാസ്റ്റർ അല്ലെങ്കിൽ ഹോളോകാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഹോളോകാസ്റ്റ് ആണ്, സോറി ഡിസാസ്റ്റർ ആണ്. ഡിസ്ട്രക്ഷൻ ഓർ സ്ലോട്ടർ ഓൺ എ മാസ് സ്കെയിൽ, എ കാറ്റാസ്ട്രോഫിക് ഇവന്റ്. ഓക്കെ, അടുത്തത് ഹേസി. ഹേസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആണ് എന്നാ ക്ലിയർ അല്ല, സ്ലൈറ്റ്ലി ഒബ്സ്ക്യൂർ. ഒബ്സ്ക്യൂർ എന്ന് പറഞ്ഞാൽ ക്ലിയർ അല്ലേ, സ്ലൈറ്റ്ലി ഒബ്സ്ക്യൂർ അല്ലെങ്കിൽ ട്രാൻസ്ലൂസെന്റ് എന്ന് പറയാം. ഫുൾ ആയിട്ട് കാണാനും പറ്റില്ല, എന്നാൽ എന്തൊക്കെയോ കാണാം. അങ്ങനത്തെ ഒരു മീനിങ്ങിലാണ് നമ്മൾ ഹേസി എന്ന് പറയുന്നത്. ഇനി ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ക്ലിയർ, ഓപ്ഷൻ ബി ഫോഗി, ഓപ്ഷൻ സി ബ്രൈറ്റ്, ഓപ്ഷൻ ഡി ഷാർപ്പ്. അപ്പൊ ക്ലിയർ ആണോ? അല്ല, അത് ഓപ്പോസിറ്റ് മീനിങ് ആണ്, അത് ആന്റണിയം ആണ്. ഫോഗ് എന്ന് പറയുമ്പോൾ എന്താ നമുക്ക് ഓർമ്മ വരുന്നത്? മഞ്ഞ് അല്ലെ, മൂടൽ മഞ്ഞ്. അപ്പൊ മൂടൽ മഞ്ഞിൽ നമുക്ക് എന്തൊക്കെയോ അവ്യക്തമായിട്ട് കാണാല്ലേ, അങ്ങനെയുള്ള ആ കൈൻഡ് ഓഫ് വിഷൻ ആണ്, അങ്ങനെ കാണുന്നതിനെയാണ് നമുക്ക് എന്ത് പറയുന്നത്? ഹേസി എന്ന് പറയുന്നത്. അൺക്ലിയർ ഓർ വേഗ് ഇൻ ഔട്ട്ലൈൻ ഓർ മീനിങ്. എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ ഔട്ട്ലൈനോ മീനിങ്ങോ ഒന്നും കാണാതെ വേഗായിട്ട് വലിയ ക്ലിയർ അല്ലാതെ കാണുക, അതാണ് ഹേസി. ഓക്കെ, പിന്നെയുള്ളത് ബ്രൈറ്റ്, പിന്നീടുള്ളത് ഷാർപ്പ്. അപ്പൊ ഇത് മൂന്നും ആന്റണിയംസ് ആണ്. ബാക്കി വരുന്ന 3 ഓപ്ഷൻസും ആന്റണിയംസ് ആണ്. ഇതാണ് ആൻസർ, ഫോഗി, അൺക്ലിയർ ഓർ വേഗ് ഇൻ ഔട്ട്ലൈൻ ഓർ മീനിങ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ ട്രാൻസ്ലൂസന്റ് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഫോഗി ആണ്. When something is hazy, it's covered by or resembles a haze, unclear, vague or indistinct. Foggy perfectly captures this lack of clarity. ക്ലാരിറ്റിയുടെ ഒരു കുറവ്, ലാക്ക് ഓഫ് ക്ലാരിറ്റി, ഇതാണ് എന്ത് ഹേസി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഹോക്സ്. ഹോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചൊരു വേർഡുമായിട്ട് സിമിലർ, ഹുഡ്വിങ്ക് പഠിച്ചില്ലേ, അതുമായിട്ട് സിമിലർ ആയിട്ടുള്ളതാണ് ട്രിക്കി, അല്ലെങ്കിൽ എന്താ പറയുക ഡിസീവ്, അല്ലെങ്കിൽ എന്താണ് കൺസീൽ എന്നൊക്കെ മീനിങ് വരുന്നതാണ് ഹോക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഓപ്ഷൻസ് ആണ് ട്രൂത്ത്, ട്രിക്ക്, ഫാക്ട്, പ്രൂഫ്. അപ്പം ഇവിടെ 3 ആന്റണിയംസും ഒരു സിനോണിയം വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ആണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പം ഹോക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇസ് ഡെലിബറേറ്റ്ലി ഫാബ്രിക്കേറ്റഡ് ഫോൾസ്ഹുഡ് മേഡ് ടു മാസ്കുറേഡ് ആസ് ട്രൂത്ത്. എന്തെങ്കിലും ഒരു ട്രൂത്തിനെ മറയ്ക്കാനായിട്ട്, കൺസീൽ ചെയ്യാനായിട്ട് നമ്മൾ ഡെലിബറേറ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു ട്രിക്ക്, അതാണ് എന്ത് ഹോക്സ് എന്ന് പറയുന്നത്. ട്രിക്ക് ഈസ് എ കറക്റ്റ് സിനോണിയം ഓഫ് ദിസ് ആക്ട് ഓഫ് ഡിസെപ്ഷൻ. അപ്പം ഒരു ആക്ട് ഓഫ് ഡിസെപ്ഷൻ ആണല്ലോ, ഇതിന്റെ കറക്റ്റ് സിനോണിയം എന്ന് പറയുന്നത് ട്രിക്ക് ആണ്. ട്രിക്ക് ചെയ്യുക, ഡിസീവ് ചെയ്യുക, ഡിസീവ്, ഇതാണ് ഹോക്സ് എന്ന് പറയുന്നത്. ബാക്കിയുള്ളതെല്ലാം ഇതിന്റെ ആന്റണിയംസ് ആണ്, ട്രൂത്തും ഫാക്റ്റും പ്രൂഫും ഒക്കെ. ഓക്കെ, ഇനി ഹിയർസേ. ഹിയർസേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഗോസിപ്പ് ചെയ്യുക, റൂമർ ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയാ നമ്മൾ ഈ പരദൂഷണം പറയുക എന്നൊക്കെ പറയില്ല, ഇതാണ് ശരിക്കും ഹിയർസേ. ഓക്കെ, ഇനി ഇതിന്റെ ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ റൂമർ, ഓപ്ഷൻ ബി എവിഡൻസ്, ഓപ്ഷൻ സി പ്രൂഫ്, ഓപ്ഷൻ ഡി ഫാക്ട്. അപ്പം റൂമർ ആണ് ഇതിന്റെ ആൻസർ. ഇൻഫർമേഷൻ പാസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ വിത്തൗട്ട് വെരിഫിക്കേഷൻ, ഗോസിപ്പ് ഓർ അൺകൺഫേംഡ് റിപ്പോർട്ട്സ്. അപ്പൊ എന്തെങ്കിലും എവിടെന്നെങ്കിലും കേട്ടാൽ മതി, അത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും അറിയാതെ കുറച്ച് എക്സ്ട്രാ ഫിറ്റിംഗ്സും കൂടെ ചേർത്ത് ഇങ്ങനെ പാസ് ചെയ്ത് പേഴ്സൺ ടു പേഴ്സൺ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അതാണ് എന്ത് റൂമർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹിയർസേ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് റൂമർ ആണ്. ബാക്കി ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, അത് കാണുമ്പോൾ തന്നെ അറിയാം ഇതുമായിട്ടൊരു ബന്ധമില്ല, ഓപ്പോസിറ്റ് മീനിങ് ആണ് വരുന്നത്. അപ്പം റൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻഫർമേഷൻ റിസീവ്ഡ് ഫ്രം അതേഴ്സ് ദാറ്റ് കനോട്ട് ബി സബ്സ്റ്റാൻഷിയേറ്റഡ്. നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് പോലും പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു വരുത്തുന്ന ഒരു കാര്യം, അതാണ് എന്ത്
ഗോസിപ്പ്, അങ്ങനെ ചെയ്യുക, അതാണ് ഹിയർസേ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? റൂമർ. ഇനി ഹാർബിഞ്ചർ. ഹാർബിഞ്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും അതൊരു പോസിറ്റീവായിട്ടും പറയാം നെഗറ്റീവായിട്ടും പറയാം. എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ തുടക്കം നമ്മളെ അറിയിക്കുന്നത്, എന്തോ ഒന്ന് വരാനുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം വരുന്നതിന് മുന്നേ അത് വരുന്നുണ്ട് നമ്മളെ അറിയിക്കുന്ന ഒരു സിഗ്നൽ തരുന്ന ഒരു സൈൻ ആണ് എന്ത്? ഹാർബിഞ്ചർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഓട്ടം ഈസ് എ ഹാർബിഞ്ചർ ഓഫ് സ്പ്രിംഗ്. ഇപ്പൊ സ്പ്രിംഗ് വരുന്നതിന് മുന്നേ ഓട്ടം വരും. അപ്പൊ ഓട്ടം വരുമ്പോഴേ ആളുകൾക്ക് അറിയാം അടുത്തത് സ്പ്രിംഗ് ആണെന്ന്. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ വരവിനെ അതിന്റെ സിഗ്നൽ തരുന്ന, ആ വരവിനെ അറിയിക്കുന്ന ഒരു കാര്യത്തെയാണ്, അങ്ങനെ ചെയ്യുന്നതിനെയാണ് ഹാർബിഞ്ചർ, അങ്ങനെയുള്ളതിനെയാണ് ഹാർബിഞ്ചർ എന്ന് പറയുന്നത്. ഇനി ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ വാണിംഗ്, ഓപ്ഷൻ ബി സർപ്രൈസ്, ഓപ്ഷൻ സി റിസൾട്ട്, ഓപ്ഷൻ ഡി എൻഡ്. A harbinger is a person or thing that announces or signals the approach of another. ഒരാളെ, ഒരു വസ്തുവിനെ പറയാം, എന്തെങ്കിലും ഒരു വേറൊരു കാര്യത്തിന്റെ അപ്രോച്ചിനെ നമ്മളെ അറിയിക്കുന്ന ഒരു കാര്യമാണ് ഹാർബിഞ്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എന്താ? വാണിംഗ്. വാണിംഗ് ആയിട്ടും പറയാം, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് സിഗ്നൽ ആയിട്ടും പറയാം. ഓക്കെ, എ സൈൻ ഓർ ഇൻഡിക്കേഷൻ ഓഫ് സംതിങ് ടു കം, എ ഫോർ റണ്ണർ. യെസ്, വാണിംഗ് അല്ലെങ്കിൽ ഫോർ റണ്ണർ. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം വരുന്നുണ്ട് എന്നതിന്റെ സൈനോ ഇൻഡിക്കേഷനോ ആണ്. അപ്പൊ അതിനാണ് എന്ത് പറയുന്നത്? ഹാർബിഞ്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഹാഫസാഡ്. ഹാഫസാഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പ്ലാൻ ചെയ്യാതെ പെട്ടെന്ന് ഉണ്ടാവുന്ന കാര്യങ്ങളില്ലേ. നമ്മളിപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില ട്രിപ്പുകൾ പ്ലാൻ ചെയ്യും. പ്ലാൻ ചെയ്യാതെ പോകുന്ന, പെട്ടെന്ന് തീരുമാനിച്ചു പോകുന്ന കാര്യങ്ങളില്ലേ, അങ്ങനെ പ്ലാൻ ചെയ്യാതെ പെട്ടെന്ന് എന്താ പറയാ, ഇങ്ങനെ സെറ്റപ്പ് ചെയ്തെടുക്കുന്ന ഒരു കാര്യമാണ് എന്ത്? ഹാഫസാഡ് എന്ന് പറയുന്നത്. ഇനി ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഓർഗനൈസ്ഡ്, ഓപ്ഷൻ ബി റാൻഡം, ഓപ്ഷൻ സി പ്ലാൻഡ്, ഓപ്ഷൻ ഡി കെയർഫുൾ. അപ്പൊ എന്താണ്? പെട്ടെന്ന് ഉണ്ടാവുന്നതാണ്. പ്ലാൻഡ് ആണോ? അല്ല, അൺപ്ലാൻഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് റാൻഡം ആണ്. റാൻഡം ആണ് ഇതിന്റെ സിനോണിയം ആയിട്ട് വരുന്നത്. ലാക്കിംഗ് എനി ഡെഫിനിറ്റ് പ്ലാൻ ഓർ പാറ്റേൺ ഡൺ വിത്തൗട്ട് കെയർ. ഒരു ശ്രദ്ധയില്ലാതെ ചെയ്തൊരു കാര്യം, പ്രത്യേകിച്ച് പാറ്റേണോ പ്ലാനോ ഒന്നും അതിനില്ല, അതാണ് റാൻഡം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹാഫസാഡ്. ഹാഫസാഡിന്റെ സിനോണിയമാണ് റാൻഡം. ഓക്കെ, സംതിങ് ഡൺ ഈസ് എ ഹാഫസാഡ് മാനർ ലാക്സ് എനി ഓർഡർ. ഒരു ഓർഡറും ഇല്ലാത്ത, ഓർഡർലെസ് ആയിട്ടുള്ള, അൺപ്ലാൻഡ് ആയിട്ടുള്ള, ഒരു ഡയറക്ഷനും ഇല്ലാത്ത ഒരു കാര്യത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹാഫസാഡ് എന്ന് പറയുന്നത്. അതിന്റെ സിനോണിം ഇവിടെ എന്താണ്? റാൻഡം. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ റാൻഡം ആണ്. ഇനി അടുത്തത്, ഈ നമ്മൾ ഇത്രയും വേർഡ്സ് പഠിച്ചു അല്ലെ, എച്ച് വെച്ചിട്ട് ഇപ്പൊ ഇത്രയും കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേർഡ്സ് നമ്മൾ പഠിച്ചു. നിങ്ങൾക്ക് ഇതൊക്കെ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിന്റെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ഒരു വർക്ക്ഔട്ട് സെഷൻ നോക്കാം. കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ നോക്കുക. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ സ്പീക്കർ റിമിൻസ്ഡ് അബൌട്ട് ദ ഡാഷ് ഡേയ്സ് ഓഫ് അവർ ചൈൽഡ്ഹുഡ് ഫിൽഡ് വിത്ത് പീസ് ആൻഡ് കെയർ ഫ്രീ ജോയ്. അപ്പൊ പീസും ജോയും ഒക്കെ ഫില്ല് ചെയ്തിട്ടുള്ള നല്ല സമാധാനപരമായിട്ടുള്ള ചൈൽഡ്ഹുഡിനെ സ്പീക്കർ ഓർത്തെടുത്തു. അപ്പം അതിനെ നമ്മൾ എന്താണ് പറയുന്നത്? അപ്പം ഈ സമാധാനമായിട്ടുള്ള പാസ്റ്റ് ഡേയ്സ്, അതിനെ വെച്ചിട്ട് നമ്മളൊരു വേർഡ് പഠിച്ചല്ലോ, അത് എന്തായിരുന്നു? ഒരു ബേർഡിന്റെ പേരൊക്കെ വെച്ചിട്ട്. യെസ്, ഹാൽസിയോൺ. ഹാൽസിയോൺ ഡേയ്സ്. ഓക്കെ, അടുത്തത്, ടൂറിസ്റ്റ് ഓഫൻ ട്രൈ ടു ഡാഷ് വിത്ത് ലോക്കൽ വെൻഡേഴ്സ് ടു ഗെറ്റ് എ ബെറ്റർ പ്രൈസ് അറ്റ് ദ ബസ്ലിംഗ് മാർക്കറ്റ്. ഭയങ്കര തിരക്കുള്ള മാർക്കറ്റിൽ ബെറ്റർ പ്രൈസിൽ കിട്ടാനായിട്ട് എന്താണ് ചെയ്യുന്നത്? ബാർഗെയിൻ ചെയ്യും. അതിന് പകരം നമ്മൾ പഠിച്ച വേർഡ് ഏതാണ്? ഇറ്റ്സ് ഹാഗിൾ. അപ്പൊ സെന്റൻസ് എങ്ങനെ വരും? ടൂറിസ്റ്റ് ഓഫൻ ട്രൈ ടു ഹാഗിൾ വിത്ത് ലോക്കൽ വെൻഡേഴ്സ് ടു ഗെറ്റ് എ ബെറ്റർ പ്രൈസ് അറ്റ് ദ ബസ്ലിംഗ് മാർക്കറ്റ്. അപ്പൊ അതിന്റെ അനദർ വേർഡ് ഏതാണ്? ബാർഗെയിൻ. ഓക്കെ, ഇനി അടുത്തത്, the con artist attempted to dash unsuspecting investors with a get rich quick scheme. അപ്പം പെട്ടെന്ന് റിച്ച് ആവാം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ഇൻവെസ്റ്റേഴ്സിനെ പറ്റിച്ചൊരു കാര്യമാണ് പറയുന്നത്. പറ്റിക്കുന്നതിന്, ഡിസീവ് ചെയ്യുന്നതിന് നമ്മൾ നല്ലൊരു വേർഡ് പഠിച്ചല്ലോ, എന്തായിരുന്നു അത്? ഹൂഡ് വിങ്ക്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഹൂഡ് വിങ്ക് ആണ്. The con artist attempted to hoodwink or deceive or cheat or mislead, ഇതൊക്കെ പറയാം, unsuspecting investors with a get rich quick scheme. Get rich quick,
പെട്ടെന്ന് റിച്ച് ആവാന്ന് പറയുന്ന ഒരു സ്കീം ഉണ്ട് എന്ന് പറഞ്ഞ് എന്ത് മിസ്ലീഡ് ചെയ്തു, അല്ലെങ്കിൽ ഹുഡ്വിങ്ക്. അതാണ് ആൻസർ. അടുത്തത്, ഷീ ഫൗണ്ട് ഹെർ ഓഫീസ് ജോബ് ക്വൈറ്റ് ഡാഷ് പെർഫോമിംഗ് ദ സെയിം റിപ്പറ്റേറ്റീവ് ടാസ്ക് ഡേ ആഫ്റ്റർ ഡേ. അപ്പൊ സെയിം റിപ്പറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യം എല്ലാ ദിവസവും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ എന്ത് വരും? ബോർ വരും. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതായിരിക്കും? നമ്മൾ ബോറിന് അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെ പഠിച്ചൊരു വേർഡ് ഉണ്ടല്ലോ, യെസ്, ഹംഡ്രം അല്ലെങ്കിൽ ഡൾ. ഓക്കെ, ഷീ ഫൗണ്ട് ഹെർ ഓഫീസ് ജോബ് ക്വൈറ്റ് ഹംഡ്രം പെർഫോമിംഗ് ദ സെയിം റിപ്പറ്റേറ്റീവ് ടാസ്ക് ഡേ ആഫ്റ്റർ ഡേ. അടുത്തത്, ഡാർക്ക് ക്ലൗഡ്സ് ഗ്യാതറിംഗ് ഓൺ ദ ഹൊറൈസോൺ വേർ എ ഡാഷ് ഓഫ് ദ അപ്രോച്ചിങ് സ്റ്റോം. അപ്പൊ സ്റ്റോം വരാൻ പോകുന്നുണ്ട് എന്ന് അറിയിക്കാനായിട്ട് എന്ത് വന്നു? ക്ലൗഡ്സ് വന്നു. അപ്പൊ ക്ലൗഡ്സിന് നമുക്ക് എന്താ പറയുന്നത്? ഒരു സിഗ്നൽ ആയിട്ടല്ലേ വന്നത്? യെസ്, ഇറ്റ്സ് ഹാർബിഞ്ചർ. Harbinger. Dark clouds gathering on the horizon were a harbinger of the approaching storm. Approaching stormന്റെ harbinger ആയിരുന്നു എന്ത്? ഡാർക്ക് ക്ലൗഡ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, അത് എന്തായിരുന്നു? ഓട്ടം is the harbinger of spring. Okay. അടുത്തത്, the dash traveler realized he had left his passport at home just as he reached the airport. അപ്പൊ എയർപോർട്ടിൽ എത്തിയപ്പോഴാണ് അറിയുന്നത് പാസ്പോർട്ട് വീട്ടിലിരിക്കുകയാണ്. അപ്പം അത് ശരിക്കും എന്താണ്? ഭാഗ്യക്കേടല്ലേ, അൺഫോർച്ചുനേറ്റ് അല്ലേ, അൺലക്കി അല്ലേ? അപ്പൊ അത് ഏതാ വേർഡ് വരുന്നേ? ഹാപ്ലെസ്. Hapless. The hapless traveler realized he had left his passport at home just as he reached the airport. അപ്പൊ ഏതൊക്കെ വേർഡ്സ് നമ്മൾ ഇപ്പൊ നോക്കിയത്? ഹാൽസിയോൺ, ഹാഗിൾ, ഹൂഡ്വിങ്, ഹംഡ്രം, ഹാർബിഞ്ചർ, ഹാപ്ലെസ്. അപ്പൊ ഇത്രയും വേർഡ്സിന്റെ മീനിങ് നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, ബാക്കി കുറച്ച് വേർഡ്സും കൂടെ ഉണ്ട്, അത് നിങ്ങൾ തന്നെ ഒരു സെന്റൻസിൽ അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് അത് ഓർക്കാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയും വേർഡ്സ് ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഈ വേർഡ്സും ഇതിന്റെ സ്പെല്ലിങ്സും ഒക്കെ ഓർത്തിരിക്കുക. ഇനി അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ അടുത്ത ലെറ്റർ ആയിട്ട് വരുന്നതായിരിക്കും. ഐ ആയിരിക്കും അടുത്ത ലെറ്റർ. അപ്പൊ അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഹാപ്പി ലേണിംഗ്.